വിജയ് സാറിനെ കണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇതൊക്കെ ഉണ്ട്, പിന്നെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. സത്യമാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയാമോ? സത്യം അതിൻ്റെ നമ്മുടെ അമിത വഹിച്ചു നമ്മുടെ നീതിക്കുട്ടി പറഞ്ഞില്ല, സത്യമാണ്. അത് സിനിമ ഇറങ്ങുമ്പോൾ വരും. എന്ത് കാരണമെങ്കിലും ഒരു മഴക്കാറ് വന്നിട്ടൊരു ചന്ദ്രൻ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഴക്കാറ് മാറി അത് വെളിച്ചത്ത് വരുന്നു. അതൊരു നിയോഗ സത്യമാണെങ്കിൽ ഇതും സത്യമാണ്. ഉണ്ണിക്കണ്ണം മകളുടെ മാരിനെ കൊണ്ട് നുണ പറയില്ല. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന കൂടുതൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പണി തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നടന്നെങ്കിൽ പണി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോ? പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളതൊന്നും കാര്യമായിട്ട് നമ്മളത് വിജയ് സാറ് പറയണത് ഉസ്ബത്തിനാൾ കിട്ടുമ്പോഴും കടുപ്പത്തിനൊക്കെ വന്നിട്ട് വാഴപ്പിച്ചെന്നു പറയുന്നത് നമ്മളത് നോക്കുകയില്ല, അത് ശ്രദ്ധിക്കില്ല. അതൊരു വഴി കൂടെ പോകും. നമ്മുടെ ഈ ജീവിതം കല്ലോട് പൊട്ടുമ്പോൾ ചെറിയൊരു ഇതുണ്ടോ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാകാതിരിക്കും. ഇടയ്ക്ക് എന്നെ കൊണ്ടൊരു അറിയുന്ന ആളോ കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ കാണാൻ പോയത്. തൃശ്ശൂരോ പാലക്കാടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോട്ടയത്തുള്ള ആളല്ല, പേരിലറിയുന്ന എല്ലാവരും അറിയുന്ന പോലെ ഇളയതലവതി വിജയ് സാറിന് ഫോട്ടോ ഏത് പടത്തിൻ്റെ ആണെങ്കിലും മലയാളമാണെങ്കിൽ തമിഴാണ് തെലുങ്ക് ഹിന്ദിയാണെങ്കിൽ ഫോട്ടോ കോസ്റ്റ്യൂമിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അത്രയും കാശ് മുടക്കി പടം ചെയ്യല്ലേ, അപ്പം അതിന് കോസ്റ്റ്യൂം പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അതാണ് ഫോട്ടോ വരാത്തത്. വേറെ വിശേഷം എല്ലാവരും സുഖമായിരിക്കണം. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരനെയൊക്കെ നേരെ നോക്കാൻ പറ്റുന്നെല്ലാം. എനിക്കിപ്പോൾ എൻ്റെ തൊഴിൽ കൈ ഇളയ തലവതി വിജയണം കൈ തൊഴിൽ കൈയിട്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇപ്പോൾ ഏത് സിനിമ സെറ്റിലും മുമ്പ് എനിക്കൊരു പരിഗണന എല്ലാവരും പണ്ടുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല എന്നൊരു ന്യൂസ് ഇവിടെ ഇറങ്ങി. നിങ്ങൾ തന്നെ പറഞ്ഞെന്നുള്ള രീതിക്കാണോ? അതൊക്കെ അതിലെന്താണ് സത്യാവസ്ഥ? ആരെന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുക. അതാണ് എനിക്ക് ഒരു നമിത വെച്ച് നമ്മുടെ അനിയത്തിക്കുട്ടി പറഞ്ഞല്ലേ, ആ മഴക്കാർ മാറി ആ ചന്ദ്രൻ വെളിച്ചത്ത് വരും. ആ ഒരു ദൈവം എന്ന് പറയും പ്രപഞ്ചം ഒരു എന്താണ് ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ സത്യത്തെ ഒരു ദിവസം അതിൻ്റെ ഒരു ഇതുണ്ടാകും. അതാണ് എൻ്റെ നിയോഗം. സിനിമയ്ക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഫോട്ടോ പുറത്തുവിടാൻ പറ്റുമായിരിക്കും അല്ലേ? തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ അങ്ങനെയൊന്നും ഒരാളിനും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം സാധിച്ച് ദൈവം തന്നു, ഇനി നമ്മൾ അവിടെ ശല്യം ചെയ്യും. അല്ല, ഉണ്ണിക്കണ്ണനെ പറ്റി ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരില്ലേ, അപ്പോൾ അവരെയും കൂടി ഒന്ന് വിജയ് സാർ കാണിക്കാനൊന്നും മുൻകൈ എടുത്തൂടെ? അയ്യോ, ഇത് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഞാൻ പറയട്ടെ, ജനിക്കുമ്പോൾ ഒരു തലയിൽ എഴുതി വെച്ചിട്ടില്ല അത് ഇന്ന സമയത്ത് നടക്കും, അത് നടന്നുകൊണ്ടിരിക്കണം. അതാണ് സത്യം. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ട. നമ്മളിപ്പോൾ ഞാനൊരു 3 ആൾക്കാരിനെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്നെ ഒരു ഫോട്ടോ ഇടും ഇൻസ്റ്റയിൽ പറഞ്ഞു. ആ 3 ആളും ഇട്ടില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് നമ്മളതിന് ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. നമ്മളതിനു വേണ്ടി വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെടുക. വീട്ടിൽ കിടന്നിറങ്ങിക്കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് എന്താണ് അത് വേണം ഇത് വേണം പറഞ്ഞല്ല. നമ്മൾ ഇറങ്ങി കഷ്ടപ്പെട്ട് നടന്ന എനർജിയോടെ ചെയ്ത് നമുക്ക് ആരിനും ഡിപ്പെൻഡ് ചെയ്ത് കാല് പിടിച്ച് പോകണ്ട. നമുക്ക് സമയമാകുമ്പോൾ ദൈവം അത് കൊണ്ടുവരും കേട്ടോ. അത് പറഞ്ഞാൽ നമ്മൾ അവരവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നിപ്പോൾ വിജയ് സാറിനെ കാണാൻ അല്ലെങ്കിൽ ആരിനെ കാണാനാണെങ്കിൽ മലയാള തമിഴ് എന്ത് ആഗ്രഹം ഉണ്ടോ നമ്മളതിനു വേണ്ടി കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത നമ്മുടെ കർമ്മ എന്നൊരു സാധനം നമുക്ക് ആര് വേദനിപ്പിച്ചാലും ആ സാധനം തിരിച്ചു വരും കേട്ടോ. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മൾ ആരിൻ്റെ അടുത്ത് ഒന്ന് എന്നെ കൊണ്ടൊരു 3 ആൾക്കാരിനെ കൊണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു, ഒരാരുതല്ല. ഇപ്പം എന്താ പറയുക, ദൈവം നമ്മളെ കണ്ണീര് കണ്ടാൽ അത് തിരിച്ച് നമുക്ക് കിട്ടും. അതാണ് നിയോഗം. ഞാൻ ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രമല്ല, ഞാൻ ജനിച്ചപ്പോൾ എഴുതി വെച്ച നിയോഗം പറഞ്ഞു. ഇതേപോലെ എനിക്കൊരു വലിയൊരു പടം കിട്ടി, എത്ര 36 ദിവസം വലിയൊരു എമൗണ്ട് പറഞ്ഞാൽ ആ പടം കിട്ടിയില്ല. അപ്പോൾ എല്ലാം ഈ സിനിമയിൽ നോക്കട്ടെ പറഞ്ഞു അടുത്ത പടത്തിൽ എന്തായാലും സാർ തരാ പറഞ്ഞു. ലോക്കേറ്റിൻ്റെ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊന്നും ഡേറ്റ് ചില സമയത്തൊക്കെ ഇതാണ്ട് അതിപ്പോൾ 90 കിലോനൊക്കെ ചലഞ്ചാണ്. ആ ചലഞ്ചിലിപ്പോൾ വർക്കൗട്ട് ആയിട്ടില്ല. 80 കിലോനൊക്കെ കാർ തരാൻ പറഞ്ഞാൽ റിസ്ക് എടുക്കുകയല്ല. 6 പാക്കൊക്കെ BMW ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കില്ല. എനിക്ക് തടിയുണ്ടെങ്കിൽ സിനിമ കിട്ടുള്ളൂ. എൻ്റെ ആഗ്രഹം സിനിമ. ഇപ്പോൾ 107 106 കിലോനുണ്ട്. ഇനി 90 ആക്കി 80 ആക്കി കഴിഞ്ഞാൽ BMW കിട്ടും. അല്ലല്ല, 6 പാക്ക് ആക്കി BMW, 80 ആക്കി കാർ, ഇപ്പം 90 ആക്കി വേറൊരു സർപ്രൈസ് ഒരു കാര്യം. എനിക്ക് കാറ് വാങ്ങണമെന്നൊന്നുമില്ല. എനിക്ക് ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണം, സുഖമായിട്ട് നമ്മുടെ വീട്ടുകാരെയൊക്കെ നമുക്ക് താമസിച്ചിട്ട് പോകണം, അത്രയുള്ളൂ. അങ്ങനെ വണ്ടി വാങ്ങണം അതാണെന്നൊന്നുമില്ല. എങ്ങനെയുണ്ട് മംഗളാവൻ? എങ്ങനെയുണ്ട്? എന്താ പറയുക, എല്ലാവരും മിണ്ടാത്തവരും കൂടെ എനിക്ക് മിണ്ടി വരുന്നത്. എന്നെ ഒരാൾ അറിയില്ല പറഞ്ഞോട്ടേട്ടാ, അറിയില്ല പറഞ്ഞു. അവരെ എന്തോ കാര്യത്തിന് പോയപ്പോൾ എന്നെ അറിയില്ല പറഞ്ഞപ്പോൾ വണ്ടി നിർത്തിയിട്ട് ചോദിക്കും എന്നെ മനസ്സിലായിരുന്നു. അതാണ് ഏട്ടാ നിയോഗം. നമ്മൾ ആരെന്ത് പറഞ്ഞാലും മിണ്ടേ ഞാൻ ആരേട്ടാ എപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ആരേട്ടാണ്. കൊച്ചിയിലോട്ട് താമസം മാറും? ഒരിക്കലും ഇല്ല. മംഗൾ ഡാം എന്ന് പറഞ്ഞാൽ എൻ്റെ പാലക്കാട്ടിൽ അവിടെയാണ് ഇരിക്കാൻ തന്നെ എനിക്കിഷ്ടം. ഒരിക്കലും ഇല്ല. വർക്കുണ്ടെങ്കിൽ വർക്കിന് പോകും. മംഗൾ ഡാം മാത്രം നമ്മൾ അവിടെ ഇരിക്കാൻ ഇഷ്ടം.
നമ്മുടെ ഓക്കെ. നാട്ടിൻപുറം. ഓക്കെ ഉണ്ണിക്കണ്ണ, ഓക്കെ. ഫോട്ടോക്ക് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആ ഫോട്ടോ വന്നിരിക്കും. അവിടെ അതെ. ആപ്പിളോ? വിജയിന്റെ ആപ്പിളാണോ? ഉണ്ണിക്കണ്ണൻ ആപ്പ് കൊടുക്കാൻ ആ കൊടുക്കണം. ജോ വാൾക്കർ. ഓക്കെ എന്നാലും താങ്ക് യു. ഓക്കെ, നമസ്കാരം. ഫോട്ടോ വരും, എല്ലാവരും വെയിറ്റ് ചെയ്യും. ആ വെയിറ്റിംഗ് ഉണ്ണിക്കണം. മംഗളാൻ ഉമ്മ, വിജയണ്ണ ഉമ്മ. കപ്പ് മുറിക്കും. വികിലേ കപ്പും ആ വെയിറ്റിംഗ്. ഫോട്ടോ വന്ന എല്ലാരും വന്ന് ഉമ്മ വെക്കും, പേടിക്കണം. മറ്റേ നനച്ച വണ്ടി, നനച്ച വണ്ടിക്കാരനെ നനച്ചെടുത്ത് നിൽക്കാൻ മുടിയത്. അതുക്കാ കൊഞ്ചം ഫ്ലാറ്റ് പോകാൻ പോകണം. 50 വണ്ടി ഒരു 50 അടുത്ത് പോകാൻ മുടി. സിനിമ ചെയ്ത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ലുക്കൂക്കിൻ്റെ പടം, പിന്നെ അൽത്താഫിൻ്റെ പടം ചെയ്തു. പടങ്ങൾ കിട്ടുന്ന എൻ്റെ ജീവിതം മാറ്റിമറിച്ച് ജയ്സർ എവിടെ പോയാലും നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും സംവിധായകരും, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് സാർ പറയുന്ന പോലെ അവർക്ക് നമുക്കുണ്ടോ. അപ്പോൾ നമ്മളെല്ലാ സെറ്റിലും പോകുക, ചാൻസ് വയ്ക്കുക. വീട്ടിലിരുന്ന് കിട്ടില്ല, അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക.